നമസ്കാരം. സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ അദ്ദേഹത്താൽ തുടക്കമിട്ട അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം ഏറ്റെടുക്കുകയായിരുന്നു ഹിന്ദു ധർമ്മ പരിഷത്ത്. അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം ഈ പരിപാടി പുത്തരിക്കണ്ടം മൈതാനത്ത് തന്നെ എങ്ങനെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ചൊരു ആലോചന 16 വർഷം മുമ്പ് അന്നത്തെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വിഭാഗപ്രചാരകരായിരിക്കുന്ന ഇപ്പോഴത്തെ ഉത്തര കേരളത്തിൻ്റെ പ്രാന്തപ്രചാരകരായിരിക്കുന്ന ശ്രീ വിനോദ് അവരുമായി ചർച്ച ചെയ്യുകയും ആ ചർച്ച വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആദ്യത്തെ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ പ്രമുഖരായുള്ള ധാരാളം ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും പെട്ടെന്ന് ഒരു സംഘാടക സമിതി രൂപീകരിച്ചു. അതിൻ്റെ പേരിലായിരുന്നു ഈ സമ്മേളനത്തിന് തുടക്കമിട്ടത്. 7 ദിവസത്തെ സമ്മേളനവും അതോടനുബന്ധിച്ചുള്ള ചെറിയ സെമിനാറുകളും പരിപാടികളുമെല്ലാം അതൊരു നല്ല അന്തരീക്ഷം ഉണ്ടായി. അന്ന് ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ ഡയറക്ടറും സംഘത്തിൻ്റെ ഏറ്റവും മുതിർന്ന പ്രചാരകരിൽ ഒരാളായിട്ടുള്ള ശ്രീ പരമേശ്വർജി അതിനുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ചു. അന്ന് തിരുവിതാംകൂറിൻ്റെ മഹാരാജാവായിരുന്ന ശ്രീ മാർത്താണ്ഡവർമ്മ തിരുമനസ് അദ്ദേഹവും അന്ന് രാജഗോപാൽ ജി ഈ സമ്മേളനവുമായി വളരെയധികം ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന് തന്നെ ആദ്യത്തെ ചെയർമാനാക്കുകയും ചെയ്തു. ധാരാളം ആളുകൾ, പ്രഗത്ഭരായ വ്യക്തികൾ ആ പരിപാടികളിൽ പങ്കെടുത്തു. ഉദാഹരണത്തിന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി MP ആയിരുന്ന അദ്ദേഹം. ഇത്തരം പ്രമുഖരായുള്ള വ്യക്തിത്വങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ട് ആ വർഷം ഞങ്ങളിത് മുമ്പോട്ട് നടത്തിയ സമയത്ത് പിന്നീട് തുടർച്ചയായി ഇത് നടക്കണം എന്നുള്ള ആഗ്രഹം എല്ലാവരിലും അങ്കുരിച്ചു. ചെങ്കോട്ടോണത്തിൻ്റെ പിന്നീട് അധ്യക്ഷനായിരുന്ന, കാരണം സ്വാമിജിക്ക് ശേഷം മഠാധിപതി ഉണ്ടായിരുന്നില്ല, അധ്യക്ഷന്മാരായിരുന്നു. സ്വാമിജിയും ശ്രീ ബ്രഹ്മപാലാനന്ദ സരസ്വതി തിരുവടികൾ അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് ഈ പരിപാടിയുമായി യോജിച്ചു വരാൻ തയ്യാറായി. പിന്നീട് എല്ലാ വർഷവും വിവിധങ്ങളായുള്ള പരിപാടികളോടുകൂടി ചർച്ച, സെമിനാർ, സിമ്പോസിയം, ഇങ്ങനത്തെ വിവിധ പരിപാടികൾ, അതിൽ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. തിരുവാതിരകളി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പരിപാടിയാക്കിക്കൊണ്ട് സ്ഥിരമായി നടത്തി. ഡാൻസ്, അതേപോലെ തന്നെ ഭജൻസ്, പൂജകൾ, ഇതെല്ലാം എല്ലാ വർഷവും നടത്താറുണ്ട്. ചില സമയത്തെല്ലാം ഈ പരിപാടിയിൽ നമ്മൾ ജാതിയോ മതമോ ഒന്നും നോക്കാതെയാണ് പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത്. ഹിന്ദു ധർമ്മ പരിഷത്ത് എന്നുള്ള പേര് തന്നെ ഒരു മതത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല, അതൊരു വിശാലമായ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഒരു സന്ദേശമുണ്ട്: വിശ്വമാനവികതയ്ക്കായി വിരാട ഹിന്ദുത്വം. ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന കാഴ്ചപ്പാട്. വിശ്വമാനവികതയാണ്, പക്ഷേ ശക്തി വേണം, അത് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് പ്രസംഗിക്കാൻ സാധിക്കണമെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ, വിശ്വമാനവികതയെക്കുറിച്ച് പറയണമെങ്കിൽ സ്വാഭാവികമായും ഇവിടെയുള്ള സമാജത്തിന് ശക്തി ആർജിച്ചേ പറ്റും. അതുകൊണ്ട് തന്നെ വിരാട് ഹിന്ദുത്വം, അതാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഒരു വലിയ കാഴ്ചപ്പാട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ വർഷവും
ഹിന്ദുധർമ്മ പരിഷത്ത് ഈ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പരമേശ്വർജിയുടെ അവസാന സമയം വരെ എല്ലാ വർഷവും ആദ്യത്തെ പ്രസംഗം പരമേശ്വരയുടേതായിരുന്നു. അതേപോലെ തന്നെ സ്ഥിരമായി ദീപശിഖ കൊണ്ടുവരുന്നത് ചെങ്കോട്ടുകോണം രാമദാസ ആശ്രമത്തിൽ നിന്ന് അവിടുത്തെ പ്രസിഡന്റ് കൊളുത്തിയ ദീപം അതാണ് ഇവിടെ കൊണ്ടുവന്ന് തെളിയിക്കുന്നത്. മിക്കവാറും എല്ലാ വർഷങ്ങളിലും കഴിഞ്ഞൊരു വർഷം ഒഴിച്ചിട്ട് സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി സ്വാമികൾ അദ്ദേഹം ഈ പരിപാടികളിൽ ഉണ്ടാകാറുണ്ട്. അദ്ദേഹം പരിപാടിയിൽ സന്ദേശം കൊടുക്കാറുണ്ട്. വിവിധങ്ങളായുള്ള ആശ്രമങ്ങളിലെ സന്യാസി ശ്രേഷ്ഠന്മാർ, പണ്ഡിതന്മാർ, അത്തരം ആളുകളും അറിയപ്പെടുന്ന ലോകമറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കാറുണ്ട്. ഈ വർഷം ഹിന്ദുധർമ്മ പരിഷത്ത് ഒരു വലിയ പരിപാടി കഴിഞ്ഞ മാസം നടത്തി, ജനുവരി മാസത്തിൽ. അതിന് നേതൃത്വം കൊടുത്തത് ഹിന്ദുധർമ്മ പരിഷത്തായിരുന്നു. ഒരു മുരുക ഭക്ത സംഗമം. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഹിന്ദു മഹാസമ്മേളനം തുടങ്ങാൻ കുറച്ച് സമയം വൈകി. ഏതായാലും ഈ വരുന്ന ഏപ്രിൽ 2 മുതൽ 6 തീയതി വരെ ഉത്തരിക്കണ്ടം മൈതാനത്ത് തന്നെ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ പരിപാടി നടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. കാരണം ഹിന്ദു സമൂഹം കേരളത്തിൽ പിന്നോട്ട് പോകുമോ, മുന്നോട്ട് വരാൻ തയ്യാറല്ലേ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു, ചിദാനന്ദപുരി സ്വാമികളുടെ ഒരു വലിയ സന്ദേശം അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. ഹിന്ദു സമൂഹം പിന്നിലല്ല ഇരിക്കേണ്ടത്, പിന്നിലെ ബെഞ്ചിലല്ല ഇരിക്കേണ്ടത്, പിന്നിലെ കസേരയിലല്ല ഇരിക്കേണ്ടത്, മുമ്പിൽ വന്നിരിക്കുന്നതോടുകൂടി തന്നെ ഏത് കാര്യത്തിലും ഹിന്ദു സമൂഹം മുന്നോട്ട് വരണം. അത് ബിസിനസ് ആണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും കലയാണെങ്കിലും സംസ്കാരമാണെങ്കിലും ഏതിലും ഹിന്ദു സമൂഹം മുമ്പോട്ട് വരണം, പിന്നോട്ട് പോകരുത് എന്ന ആത്മവിശ്വാസം പകരുന്ന ചിദാനന്ദപുരി സ്വാമികളുടെ പ്രസംഗങ്ങൾ, അദ്ദേഹം നൽകിയ ഹിന്ദു സമ്മേളനത്തിലെ തന്നെ സന്ദേശം, അത് ഉൾക്കൊണ്ടുകൊണ്ട് നിരാശരാകാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഹിന്ദുധർമ്മ പരിഷത്തിനും ഈ സമ്മേളനത്തിലുള്ളത്. സ്ഥിരമായിട്ട് അങ്ങനെയാണെങ്കിൽ പോലും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ വർഷം സമ്മേളനം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ 100-ാം വർഷം അത് മുന്നിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം 3 പ്രമുഖരായുള്ള സംഘ നേതാക്കൾ, അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങൾ, അവരായിരുന്നു 3 ദിവസം ഈ പരിപാടിയിൽ സന്ദേശം നൽകിയത്. ഈ വർഷം പ്രധാനപ്പെട്ട ഒരു വർഷം എന്ന് പറയുന്നത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് ആത്മവിശ്വാസം പകർന്നു കൊടുത്ത സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ ആരുടെ പേരിലാണോ നമ്മൾ ഈ മൈതാനം ഒരുക്കുന്നത്, ആ മൈതാനത്തിൻ്റെ പേര് എല്ലാ വർഷവും സ്വാമി സത്യാനന്ദ സരസ്വതി നഗർ എന്നുള്ളതാണ്. ആ സന്യാസി ശ്രേഷ്ഠൻ്റെ നവതിയാണ് ഈ വർഷം. അതൊരു വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നൽകിയ സന്ദേശമുണ്ട്. ഭീരുക്കളായ ഹിന്ദുക്കളെയല്ല ആവശ്യം, ധീരന്മാരായിട്ടുള്ള ഹിന്ദുക്കളെയാണ്. തെരഞ്ഞെടുപ്പിന് ഹിന്ദുത്വ ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ ആ സന്യാസിശ്രേഷ്ഠൻ മുന്നിൽ നിന്നുകൊണ്ട് അത് നിയന്ത്രിക്കാനും അതിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനും ഒരു കാലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. ഇന്ന് അതേ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ കേരള ജനത തയ്യാറാകണം എന്നുള്ളൊരു അന്തരീക്ഷത്തിലാണ് ഈ സമ്മേളനം ഈ വർഷം നടത്തുന്നത്. അതോടൊപ്പം തന്നെ വന്ദേമാതരത്തിൻ്റെ 150-ാം വർഷമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ ദേശീയ സംസ്കാരം ഉൾക്കൊള്ളുന്ന സമൂഹത്തിനെ സംബന്ധിച്ചോളം, മനഃപൂർവ്വമാണ് ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണിത്. വന്ദേമാതരം ഏതൊരു വിധത്തിലാണോ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് മാത്രമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും സ്വാതന്ത്ര്യസമരത്തിന് തീജ്വാലയത്തിലേക്ക് എടുത്തു ചാടാൻ പ്രേരണ കൊടുത്തത്, ആ ദേശീയ ഗീതത്തിൻ്റെ, അതിപ്പം കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു മുഴുവൻ പാടണം, മുഴുവൻ വരികളും. ഏത് വരികൾ കേൾക്കുന്ന സമയത്താണോ രാജ്യദ്രോഹം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക്
വിഭജനത്തിന് തീ കൊളുത്തിയ ആൾക്കാർക്ക് അത് പാടില്ല എന്ന് പറഞ്ഞത് ആ ഭാഗം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ദേശീയ ഗീതം പാടേണ്ടത്. അത് നിർബന്ധവുമാക്കി ആ ഒരു സാഹചര്യം കൂടി ഈ വർഷത്തിലെ ഈ സമ്മേളനത്തിനുണ്ട്. അതും ഞങ്ങളുടെ ഒരു വിഷയമാണ് ഈ പ്രാവശ്യം. അതുകൊണ്ട് തന്നെ ജനവികാരം ദേശീയതയ്ക്ക് അനുകൂലമായി മാറ്റാൻ, ദേശീയ കാഴ്ചപ്പാടുള്ള ആൾക്കാരെ അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ അതിനുള്ള ഒരു സമ്മേളനം കൂടിയിട്ടാണ് ഈ വർഷത്തേത് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും വിറങ്ങലിച്ച് നിൽക്കാനല്ല ഹിന്ദു ഉണർന്നെഴുന്നേൽക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. അത് അടുത്ത ദിവസം നമ്മൾ കണ്ടതാണ്. മലപ്പുറം ജില്ല ചില ആൾക്കാർക്ക് തീരെഴുതി കൊടുത്തതായിരുന്നു എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അവിടെ ഒന്നും നടത്താൻ പാടില്ല, ഹിന്ദുവിൻ്റെതായുള്ള ചിന്താഗതിയായിരുന്നല്ലോ. അതേ തിരുനാവായിൽ മഹത്തായ ഒരു സമ്മേളനം, വളരെ തുച്ഛമായ ആൾക്കാർ പങ്കെടുക്കും എന്ന് ചിന്തിച്ചിരുന്ന സ്ഥലത്ത് ഹിന്ദുവിൻ്റെ നേരെ എതിർപ്പ് വന്ന സമയത്ത് ഹിന്ദു സമൂഹം സടകുടഞ്ഞെഴുന്നേറ്റ ഒരു കാഴ്ച നമ്മളവിടെ കണ്ടതാണ്. ആനന്ദവനം സ്വാമികളുടെ നേതൃത്വത്തിൽ വലിയൊരു സമ്മേളനം, നീണ്ടുനിന്ന സമ്മേളനം, അവസാനം പ്രതീക്ഷിച്ചതിലധികം ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ ആ പരിപാടിയിൽ പങ്കെടുത്തു. ഇതും ഒരാവേശമാണ്. സ്വാമിജിയുടെ അനുഗ്രഹാശിസ്സുകളോടായിട്ടാണ് ഈ വർഷത്തെ ഈ സമ്മേളനം നടക്കുന്നത് എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. ആ നിലയ്ക്ക് പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സർവ്വ വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് സർവ്വ പരിപാടികളും നടത്തിക്കൊണ്ട് ഈ വർഷത്തെ ഹിന്ദു മഹാസമ്മേളനം ഏപ്രിൽ 2 മുതൽ 6 വരെ പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരുക്കുന്ന ശ്രീ സത്യാനന്ദ സരസ്വതി സ്വാമി നഗറിൽ വളരെ നല്ല രീതിയിൽ നടത്തപ്പെടും എന്ന ആത്മവിശ്വാസം സംഘാടകർക്കുണ്ട്.